നമസ്കാരം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിലെ ഒരു യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ തൊട്ടടുത്ത് കേരളമുണ്ട്. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളി പറഞ്ഞു വരുന്നത് കേരളം ഒട്ടും സുരക്ഷിതമല്ലെന്നും കർണാടകയെ രക്ഷിക്കണമെങ്കിൽ BJPയെ ജയിപ്പിക്കണമെന്നുമാണ്. കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ അധിക്ഷേപത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അന്ന് ഉയർന്നു വന്നിരുന്നു. അത് 2016-ലായിരുന്നു. അമിത്ഷാ മാത്രമല്ല, സംഘപരിവാറിൻ്റെ പല നേതാക്കളും നിരന്തരം കേരളത്തെ അധിക്ഷേപിക്കുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മാനവ വികസന സൂചികകളിൽ തുടർച്ചയായി 1-ാം സ്ഥാനത്തുള്ള നമ്മുടെ കേരളത്തെ സൊമാലിയയോടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2016-ൽ ഉപമിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തുന്നതിനും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന് മാതൃകയാകുന്ന നിലപാടുകൾ കേരളം സ്വീകരിക്കുമ്പോൾ അത് BJP നേതാക്കൾക്ക് ഭയങ്കര കണ്ണുകടിയും പകയ്ക്കും കാരണമാവുകയാണ്. സംഘപരിവാർ നേതൃത്വത്തിൽ കേരളത്തിന് വിരുദ്ധമായ രീതിയിലുള്ള സിനിമകൾ പോലും പടച്ചുവിടുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി മലയാളികളെയും കേരളത്തെയും പച്ച നുണകൾ കൊണ്ട് തേജോവധം ചെയ്യുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് പരസ്യമെന്ന പേരിൽ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ സഹിതം കൊടും നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതിനു പുറമെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുമായി തങ്ങൾക്ക് പ്രിയപ്പെട്ട ചില മാധ്യമങ്ങളുടെ മുമ്പിൽ അഭിമുഖം എന്ന പേരിലും യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിനെതിരെ കള്ളം പറയുകയാണ് നരേന്ദ്രമോദി. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും അവസരമില്ലാത്തതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കേരളം വിടുന്നതെന്നാണ് മോദിയുടെ ചിത്രം സഹിതം കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരസ്യത്തിലെ ആരോപണം. നമ്മൾ ലോകത്തെവിടെയും ഗുണമേന്മയുള്ള ജോലി സമ്പാദിക്കാൻ ശേഷിയുള്ളവരും വിദ്യാഭ്യാസവും കഴിവും ഉള്ളവരായതുകൊണ്ടാണ് ഇവർ നുണ കൊണ്ട് നല്ല കാര്യങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുമ്പോൾ കേരളത്തിൽ മുടങ്ങുന്നുവെന്ന പച്ചക്കള്ളവും കേന്ദ്രം ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ശമ്പളവും പെൻഷനും മുടക്കാൻ കേന്ദ്രം എത്ര ശ്രമിച്ചിട്ടും കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ ഒരിക്കൽ പോലും മുടങ്ങാതെ സർക്കാർ അത് നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകിയ ഏക സംസ്ഥാനമാണ് കേരളമെന്ന കാര്യവും മോദിക്ക് നന്നായിട്ടറിയാം. രാജ്യത്ത് ആകെ നടന്ന PSC നിയമനങ്ങളിൽ 42% ഉണ്ടായത് മുഴുവൻ ജനസംഖ്യയുടെ 3% മാത്രമുള്ള കേരളത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ മറുപടി നൽകിയിട്ടുണ്ട്. 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ മാസം 900 കോടിയോളം രൂപയാണ് കേരളം ചെലവഴിച്ചത്. ഭരണനിർവഹണം, പദ്ധതി നടത്തിപ്പ്, സാമൂഹ്യക്ഷേമം, വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികളിൽ നിന്നും കഴിഞ്ഞ വർഷം 24 പുരസ്കാരങ്ങളാണ് കേരള സർക്കാർ നേടിയത്. ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇന്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അംഗീകരിച്ചിട്ടുള്ളതാണ്. കേരളത്തെയും മലയാളിയെയും ഇത്രയുമൊക്കെ അപമാനിച്ചിട്ടും അതിനെതിരെ ഒരു വാക്കുപോലും UDF നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് BJPയുടെ പരസ്യവാചകം. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിച്ചിട്ടുണ്ട്. അവരെല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇത് മോദി സംഘത്തിനും പരോക്ഷ പിന്തുണ നൽകുന്നവർക്കും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും.